بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على نور الأنوار وسر الأسرار وترياق الأغيار مفتاح باب اليسار سيدنا محمد المختار وآله الأطهار وأصحابه الأخيار عدد نعم الله والفضال اللهم صل على النور وآله صلاة تجعل كلامي ملهما نافعا. ഹദീസ് നമ്പർ 27. സമാഉൽ ബഈദി, ദൂരെ നിന്ന് കേൾക്കൽ. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അവർ ഇബാദത്തിലൂടെ അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കിക്കൊണ്ട് സാധാരണക്ക് വിരുദ്ധമായ രീതിയിൽ അവർക്ക് അള്ളാഹു ആദരവ് പ്രകാരം കൊടുക്കുന്ന വ്യത്യസ്തമായ കഴിവുകൾ, കേൾവിയിൽ, കാഴ്ചയിൽ, നടത്തത്തിൽ, പിടുത്തത്തിൽ, മനസ്സിലാക്കുന്നതിൽ, അങ്ങനെ തുടങ്ങി വൈവിധ്യങ്ങളായ കഴിവുകൾ അല്ലാഹു തആല അവർക്ക് കൊടുക്കുന്നു. ഈ വിഷയമാണ് ഇന്നത്തെ ഹദീസ്. ഹദസനി മുഹമ്മദ് ബിൻ ഉസ്മാൻ ബിൻ കറാമ ഹദസന ഖാലിദ് ബിൻ മഖ്ലദ് ഹദസന സുലൈമാൻ ബിൻ ബിലാലിൻ ഹദസനി ശരീഖ് ബിൻ അബ്ദുല്ലാഹി ബിൻ അബി നമീരിൻ അൻ അത്വാഇൻ അൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ഖാല, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, മൻ ആദലി, വല്ലവനും എന്നോട് ശത്രുത വെച്ചു കഴിഞ്ഞാൽ, വലിയൻ, എൻ്റെ വലിയൻ്റെ വിഷയത്തിൽ, ഞാൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അല്ലാഹു തആല യുദ്ധം പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ, ചില മഹാന്മാർ അതിനെ പറഞ്ഞിട്ടുണ്ട്, അവൻ ഈമാനില്ലാതെ മരണപ്പെട്ടു പോകുമെന്നാണ്. ഔലിയാക്കളോട് ശത്രുത വെക്കുന്ന, അവരെ ഇകഴ്ത്തുന്ന, അവരുടെ കഴിവുകളെ കൊച്ചാക്കി അവർ മുഖേന ആളുകളുടെ ഈമാൻ വർദ്ധിക്കുന്ന കാര്യങ്ങൾക്ക് വിഘാതം സൃഷ്ടിക്കുന്ന ആളുകൾ, അപ്പോൾ ഇൻ റിയൽ അവരല്ലാഹുവിൻ്റെ ശത്രുക്കളാണ്. എന്തിനാണ് അല്ലാഹു തആല ഔലിയാക്കൾക്ക് കറാമത്ത് കൊടുത്തിട്ടുള്ളത്? അള്ളാഹുവിനെ അറിയാൻ വേണ്ടിയിട്ടാണ്, അള്ളാഹുവിൻ്റെ കുദ്റത്തുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിലേക്ക് ഇബാദത്തെടുത്ത് അവർ നേടിയ ഒന്ന് സാധാരണക്കാരായ ആളുകൾ കാണുമ്പോൾ, അള്ളാഹ് നിൻ്റെ കുദ്റത്ത് എത്രത്തോളമുണ്ട്, നീ ഖദീറാണ്, നിൻ്റെ കഴിവുകൾ ഇത്രമേൽ മഹത്വമുള്ളതാണ് എന്ന് അള്ളാഹുവിലേക്കുള്ള ഒരു ദലാലത്താണ് ഔലിയാക്കളുടെ കറാമത്തുകൾ. അപ്പോൾ ആ ഔലിയാക്കളുടെ കറാമത്തുകളെ ജനമനസ്സുകളിൽ വില കുറച്ചു കാണിക്കുന്ന പ്രവർത്തനം ചെയ്യുന്ന ആളുകൾ അള്ളാഹുവിനോട് തന്നെയാണ് അവർ ശത്രുത വെക്കുന്നതും അള്ളാഹുവിനെയാണ് അവർ താഴ്ത്തുന്നതും. അപ്പോൾ അള്ളാഹുവിൻ്റെ ഈ വിശ്വാസത്തോടുകൂടെ അവർക്ക് മരണപ്പെടാൻ സാധ്യമല്ല. അള്ളാഹു നമ്മെ അത്തരത്തിലുള്ള അബദ്ധങ്ങളിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വമാ തഖറബ ഇലയ്യ അബ്ദി, എൻ്റെ അടിമ എന്നിലേക്ക് അടുത്തിട്ടില്ല, ബിശൈഇൻ, ഒന്നുകൊണ്ടും, അഹബ്ബ ഇലയ്യ, എന്നിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ട്, എന്നിലേക്ക് അടിമ ഒന്നുകൊണ്ടും അടുത്തിട്ടില്ല, മിമ്മഫ്തറൽതു അലൈഹി, ഞാൻ അവനിലേക്ക് ഫറലാക്കിയതിനേക്കാൾ. അപ്പോൾ അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കണമെങ്കിൽ അത് ഫർളാണ്. അപ്പോൾ ഫർളാണ് അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്നത്. ഒരാൾ ഫർള് നിർവഹിക്കാതെ സുന്നത്ത് നിർവഹിച്ചു കഴിഞ്ഞാൽ പറഞ്ഞതനുസരിച്ചില്ലല്ലോ, നിർബന്ധമായി ചെയ്യുക എന്നുള്ളതിനെ അനുസരിക്കാത്തത് അവിടെ ഒരു കുറവായിട്ട് വരും. അപ്പോൾ ഫർള് ആണ് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗം. എന്നിട്ട് അള്ളാഹ് പറയാണ്, വമാ യസാലു അബ്ദി, എൻ്റെ അടിമ ആയിക്കൊണ്ടേയിരിക്കും, യതഖറബു ഇലയ്യ ബിൻ നവാഫിലി, നവാഫിലുകൾ കൊണ്ട് എൻ്റെ അടിമ എന്നിലേക്ക് അടുക്കും. അപ്പോൾ അള്ളാഹുവിലേക്ക് ഫർളാണ് ഏറ്റവും കൂടുതൽ അടുക്കാൻ എത്തുന്നത്, സുന്നത്തുകളും അള്ളാഹുവിലേക്ക് അടുക്കും. അങ്ങനെ അള്ളാഹുവിലേക്ക് അടുത്തു കഴിഞ്ഞാൽ അത് ഇതുവരെ, ഹത്താ ഉഹിബ്ബ, ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നത് വരെ. അപ്പോൾ എൻ്റെ ഇഷ്ടത്തിനു കാരണമാകുന്ന അവൻ്റെ അടുപ്പങ്ങൾ മാറിക്കഴിഞ്ഞാൽ
അങ്ങനെ ഫൈദ അഹ്ബബ്തുഹു, ഞാൻ അവൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, കുന്തു സംഅഹുല്ലദി അസ്മഉ ബിഹ്, അവൻ കേൾക്കുന്ന കേൾവി ഞാനാകും, വബസ്വറഹുല്ലദി യുബ്സിറു ബിഹി, അവൻ കാണുന്ന കണ്ണ് ഞാനാകും, വയദഹുല്ലദി യബ്തിഷു ബിഹാ, അവൻ പിടിക്കുന്ന കരം ഞാനാകും, വരിജ്ലഹുല്ലതി യംശി ബിഹാ, അവൻ നടക്കുന്ന കാല് ഞാനാകും, വഇൻ സഅലനി, തീർച്ചയായും അവൻ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, ലഉതിയന്നഹു, തീർച്ചയായും ഞാൻ അവൻക്ക് നൽകുക തന്നെ ചെയ്യും, വലഇൻ ഇസ്തആദനി, അവൻ എന്നോട് അഭയം ചോദിച്ചു കഴിഞ്ഞാൽ, ലഉഈദന്നഹു, ഞാൻ അവൻക്ക് അഭയം നൽകുക തന്നെ ചെയ്യും. അപ്പോൾ ഇനി മൊത്തം ആ ഭാഗത്തെ നമുക്കൊന്ന് വിശദീകരിച്ച് നോക്കാം. അപ്പോൾ മറ്റുള്ള ആളുകൾക്ക് കേൾക്കാത്തത് ഔലിയാക്കൾക്ക് കേൾക്കാൻ കഴിയും, മറ്റുള്ള ആളുകൾക്ക് കാണാത്തത് ഔലിയാക്കൾക്ക് കാണാൻ കഴിയും, മറ്റുള്ള ആളുകൾക്ക് പിടിക്കാൻ കഴിയാത്തത് ഔലിയാക്കൾക്ക് പിടിക്കാൻ എന്ന് പറഞ്ഞാൽ അവർ കൈകൊണ്ട് നിയന്ത്രിക്കും. ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു ഉമ്മ ഹജ്ജിനോ ഉംറക്കോ പോകുന്ന സമയത്ത് അവിടെ നിന്ന് തെന്നി വീഴാൻ പോയ സമയത്ത് മഹാനവറുകൾ ഇവിടെ ഇരുന്ന് അവിടെ പിടിച്ചതായിട്ട് മഹാനവറുകളുടെ മൗലിദിലുണ്ട്. ഇങ്ങനെ പലതുമുണ്ട്. മഹ്ദി റളിയല്ലാഹു അൻഹു ചെരുപ്പെടുത്ത് എറിഞ്ഞ് മുസ്ലിങ്ങളെ കൊള്ളയടിക്കാൻ വന്ന ശത്രുക്കളെ ഇല്ലായ്മ ചെയ്തിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു നഹാബന്ദിലിരുന്നു കൊണ്ട് മക്കയിൽ നിന്ന് സംസാരം നിയന്ത്രിച്ചിട്ടുണ്ട്. സാരിയ റളിയല്ലാഹു അൻഹു അത് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ എന്തെല്ലാം ഔലിയാക്കളുടെ കറാമത്തായിട്ട് നമ്മൾ പറയുന്നു, അതെല്ലാം അവർ കണ്ടതാണ്. അവരൊരിടത്ത് വരുന്നതിന് മുമ്പ് നടന്ന സംഭവങ്ങൾ അവർ കാണുന്നു, അവർ പോയതിന് ശേഷം സംഭവിക്കാൻ പോകുന്നതിന് അവർ കാണുന്നു, സദസ്സിലുള്ള ആളുകൾ കാണുന്നതിനെ അവർ കാണുന്നില്ല, മറഞ്ഞു വച്ച വസ്തുവിനെ അവർ കാണുന്നു. ഇങ്ങനെയെല്ലാം മറ്റുള്ള ആളുകൾക്ക് ഗ്രാഹ്യമാവാത്ത വിധം സംഭവങ്ങൾ വരുന്നു. അങ്ങനെ ഔലിയാക്കൾ ആളുകൾ സന്ദർശിക്കുന്നു, ജീവിതകാലത്ത് അവരിലേക്ക് എത്തുന്നു, അവർ കൈകൊണ്ട് രോഗം സുഖപ്പെടുത്തുന്നു, ചെറിയ വാക്കുകൊണ്ട് അവർ രോഗം സുഖപ്പെടുത്തുന്നു, ചെറിയ തടവൽ കൊണ്ട് രോഗം സുഖപ്പെടുത്തുന്നു, കോടതിയുടെ നിയന്ത്രണത്തിലുള്ള, പോലീസിൻ്റെ നിയന്ത്രണത്തിലുള്ള, അധികാരികളുടെ നിയന്ത്രണത്തിലുള്ള പലതിനെയും അവർ നിയന്ത്രിച്ച് അവർ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത് അവരിലേക്ക് ആശ്വാസം തേടി വന്ന ആളുകൾക്ക് സമാധാനമായി അവർ മാറുന്നു. അങ്ങനെ അവരുടെ മരണശേഷവും ആളുകൾ അവരെ സമീപിക്കുന്നു, മസാറുകൾ ഉയരുന്നു, മഖബറുകൾ ഉയരുന്നു. ഇതെല്ലാം ഇവരെന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവരിലേക്ക് എത്തുന്നു, അള്ളാഹുവിൻ്റെ അനുഗ്രഹം അവരിലേക്ക് എത്തിയതായിട്ട് അവർ വിശ്വസിക്കുന്നു. ആളുകൾ ഈമാൻ കൂടുന്നു, അവർ ഇബാദത്തിലാവുന്നു, ഔലിയാക്കൾ നിയന്ത്രിക്കുന്നു. ഇങ്ങനെ ഔലിയാക്കൾക്ക് കൊടുക്കുന്ന കറാമത്തുകൾ മുഖേന ആളുകളുടെ ഈമാനാണ് അവിടെ ബലപ്പെട്ട് ശക്തിപ്പെട്ടു വരുന്നത്. അതോടുകൂടെ തന്നെ അവരുടെ ആത്മീയവും ഭൗതികമായ കാര്യങ്ങളെല്ലാം ഔലിയാക്കൾ നിയന്ത്രിക്കുന്നു. അപ്പോൾ ധാരാളം ഔലിയാക്കളിൽ നിന്ന് നാം അവരെക്കുറിച്ച് കേട്ട കാര്യങ്ങളെല്ലാം അവർ അമലുകൾ കൊണ്ട് നേടിയെടുത്ത് ഫറലുകൾ സമ്പൂർണ്ണമാക്കി ചെയ്തുകൊണ്ട് അതിൻ്റെ സ്വീകാര്യതയ്ക്കുള്ള സുന്നത്തും അതിൻ്റെ അപ്പുറമായ സുന്നത്തും അള്ളാഹു പറഞ്ഞതിന് അവരുടെ ശരീരത്തിനും ആരോഗ്യത്തിനും ദോഷമല്ലാത്ത വിധം അവരുടെ സാമൂഹ്യമായ ബാധ്യതകൾ തീർത്ത്, കുടുംബപരമായ ബാധ്യതകളൊക്കെ എല്ലാം തീർത്ത് അവർ ഒഴിവ് സമയത്തെ ഭൗതിക കാര്യങ്ങളിൽ നിന്ന് മാറിക്കൊണ്ട് അവർ അധ്വാനിക്കുന്നു. ജോലിയെടുത്ത ഔലിയാക്കളുണ്ട്, പ്രയാസമുള്ള ജോലികൾ ചെയ്ത ഔലിയാക്കളുണ്ട്. ഇങ്ങനെ എല്ലാം ചെയ്യുമ്പോഴും അവർ അവരുടെ ഹൃദയം സമ്പൂർണ്ണമായി അള്ളാഹുവിൽ സമർപ്പിക്കുന്നു. പകൽ മുഴുക്ക നോമ്പ് നോക്കുന്നു, രാത്രി മുഴുക്ക നിസ്കരിക്കുന്നു. ഇങ്ങനെ സുന്നത്തെടുത്തെടുത്തെടുത്തെടുത്തെടുത്ത് അവർ അള്ളാഹുവിലെ വിലയം പ്രാപിച്ച് അള്ളാഹുവിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് മറ്റൊന്നും അവർക്ക് മുന്നിലില്ലാത്ത വിധമാകുമ്പോൾ അവരുടെ വാക്കുകളെല്ലാം പുലരുന്നു. അവർ സത്യം ചെയ്താൽ അത് കാണുന്നു, അവർ പ്രഖ്യാപിച്ചാൽ അത് നടക്കുന്നു, അവർ ദുആ ചെയ്താൽ അള്ളാഹു അത് നടപ്പിലാക്കി കൊടുക്കുന്നു. ഇങ്ങനെ കാലും കയ്യും കണ്ണും സംസാരവും എല്ലാമായി മാറി അള്ളാഹു അവർക്ക് സംവിധാനം ചെയ്തു കൊടുക്കുന്നു.
ഇനി അവർ അഭയം ചോദിച്ചാൽ അള്ളാഹു അവർക്ക് അഭയം കൊടുക്കുകയാണ്. എന്തിൽ നിന്നെല്ലാം അഭയം തേടാനുണ്ട്? ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നതിൽ നിന്ന്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തതിൽ നിന്ന്, റാഹത്തില്ലാത്ത നഫ്സിന്നും ശരീരത്തിൽ നിന്നും, കഴിച്ച ഭക്ഷണം വിശപ്പ് മാറ്റുന്നില്ല, ഹൃദയം ഭക്തിയാവുന്നില്ല, അങ്ങനെ തുടങ്ങി നിരവധി അനവധി കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം തേടാൻ വേണ്ടി തിരുനെല്ലി പഠിപ്പിച്ചിട്ടുണ്ട്. ആ അഭയം തേടുകളെല്ലാം അവരും ചെയ്യുന്നു. ഇനി അള്ളാഹ് പറയാണ്, വമാ തറദ്ദദതു അൻ ഷൈഇൻ അന ഫാഇലുഹു, ഞാൻ ചെയ്യുന്ന ഒരു കാര്യത്തിൽ നിന്നും ഞാൻ മുന്നോട്ട് നിന്നത് പിന്നോട്ട് മാറിയിട്ടില്ല. അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചാൽ അത് അള്ളാഹു താല ചെയ്യും. അത് അള്ളാഹു താല ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് ചെയ്യുക. ഏതോ ഒരു മനസ്സലിവിൻ്റെ പേരിൽ പെട്ടെന്നുള്ള തീരുമാനത്തിന് മേൽ വൈകാരികമായ ഇടപെടലുകൾ അള്ളാഹുവിനെ സംബന്ധിച്ചുണ്ടാകുകയില്ല. അള്ളാഹു ഹക്കീമാണ്. കാര്യങ്ങൾ ഡിപ്ലോമാറ്റിക് തന്ത്രപരമായിട്ട് നയതന്ത്രത്തോടുകൂടെ തീരുമാനിച്ച് നടപ്പിലാക്കി അനുയോജ്യമായതിനോട് അള്ളാഹുവിലേക്ക് യോജിക്കുന്നത്, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. അങ്ങനെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യത്തിലും എന്നെ സംബന്ധിച്ചൊരു ഇടതടവ് ഉണ്ടായിട്ടില്ല. സൃഷ്ടികളിൽ ഉണ്ടാവാം, മഖ്ലൂക്കിൽ ഉണ്ടാവാം, എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ച് അതുണ്ടായിട്ടില്ല. തറദ്ദുദി അൻ നഫ്സിൽ മുഅ്മിനി, മുഅ്മിനിൻ്റെ നഫ്സിനെ തൊട്ടുള്ള എൻ്റെ തറദ്ദുദ്. അപ്പോൾ മുഅ്മിനിനെ മരിപ്പിക്കുമ്പോൾ ഞാൻ ആ തീരുമാനം നടപ്പിലാക്കും. എന്നാൽ ആ നടപ്പിലാക്കുന്ന സമയത്ത് യക്റഹുൽ മൗത്ത്, അവൻ മരണത്തെ വെറുക്കുന്നു, വൻ അക്റഹു മസാത്തഹു, ഞാൻ അവനക്ക് ഉണ്ടാക്കുന്നതിനെ എനിക്കും അത് വെറുപ്പാണ്. അപ്പോൾ അള്ളാഹു താല അടിമക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യുന്നത് അള്ളാഹുവിനും ഇഷ്ടമില്ല. അള്ളാഹു തീരുമാനം നടപ്പിലാക്കുക. അപ്പം മരണത്തെ വെറുക്കുന്ന അടിമയെ അള്ളാഹുവിനെ മരിപ്പിക്കാതിരിക്കാൻ പറ്റുകയില്ല. അത് സമയത്ത് തീരുമാനമാക്കണം. അത് അവനെ മരിപ്പിക്കുന്നതാവാം, അവൻ്റെ സന്താനങ്ങൾ മരിപ്പിക്കുന്നതാവാം, അവനക്ക് ഇഷ്ടപ്പെട്ടവരെ മരിപ്പിക്കുന്നതാകാം. അള്ളാഹു തീരുമാനം നടപ്പിലാക്കുന്നു. അങ്ങനെ അടിമ ക്ഷമിക്കുന്നു. അള്ളാഹു അതിനെ വിശാലമായ കൂലിയും നൽകുന്നു. ഇങ്ങനെ അടിമ എന്താണോ അള്ളാഹുവിലേക്ക് ചെയ്തു കൊടുക്കുന്നത് അതിൻ്റെ അപ്പുറമായി അള്ളാഹു അടിമക്കും ഇങ്ങോട്ടും ചെയ്തു കൊടുക്കുന്നു. അള്ളാഹു ജല്ല ജലാലുഹു ഈ ഹദീസിൻ്റെ ഒരു പ്രമേയം സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് ധാരാളമായി അടുക്കാൻ ഇബാദത്തുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെയ്യുന്ന ഇബാദത്തുകൾ ഇഖ്ലാസോടുകൂടെ നിർവഹിക്കാൻ അള്ളാഹു ജല്ല ജലാലുഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അടുത്തത് ഹദീസ് നമ്പർ 28. അമലുൽ ഹയ്യി യൻഫഉൽ മയ്യിത, ജീവിച്ചിരിക്കുന്നവരുടെ കർമ്മം മരിച്ചവർക്ക് ഉപകരിക്കും എന്നുള്ള ഹദീസ്. ഹദ്ദസനാ യഹ്യ ബിൻ അയ്യൂബ വഖുതൈബത്തു യഅനി ഇബ്നു സഈദ് വഇബ്നു ഹുജ്ർ ഖാലു ഹദ്ദസനാ ഇസ്മാഈൽ ഹുവ ബിൻ ജഅഫർ അൽ അലാഇ അൻ അബീഹി അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദാ മാറ്റൽ ഇൻസാനു ഇൻഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പ്രവർത്തനം അവനെ തൊട്ട് വിച്ഛേദിക്കപ്പെടും. ഇനി അവനക്ക് അമൽ ചെയ്യാൻ പറ്റുകയില്ല. മരണം അതിൻ്റെ അവസാന റമക്കിനെ ലാസ്റ്റ് ബ്രത്ത് എത്തുന്നത് വരെ അവനക്ക് അമൽ ചെയ്യാം, ഖൗല് ചെയ്യാം, ഫിക്ർ കൊണ്ട്, ചിന്ത കൊണ്ട്, അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് വരെ ചെയ്യുന്നത് വരെ അമൽ കൊണ്ട് അവനക്ക് വ്യാപൃതനാവാൻ പറ്റും. എന്നാൽ മരിച്ചു കഴിഞ്ഞാലോ ഇനി അമൽ അവനെ തൊട്ട് മുറിയും. ഇനി അവനക്ക് അമൽ ചെയ്യാൻ കഴിയുകയില്ല. സ്വാഭാവികമായി നമുക്ക് മനസ്സിലാക്കാം. ഇല്ലാ മിൻ സദഖത്തിൻ ജാരിയ, ജാരിയായ സ്വതക്കയൊഴികെ. നബിതങ്ങൾ പറയുന്നു ഇല്ലാ മിൻ സലാസ, 3 കാര്യങ്ങൾ ഒഴികെ. അതായത് ഇല്ലാ മിൻ സദഖത്തിൻ ജാരിയത്തിൻ, ജാരിയായ സ്വതക്കയൊഴികെ. അപ്പോൾ ജാരിയായ സ്വതക്ക അത് കണ്ടിന്യൂ ആയിട്ട് അവനക്ക് കിട്ടും. എങ്ങനെയാണ് കണ്ടിന്യൂ ആയി കിട്ടും എന്ന് പറഞ്ഞാൽ, അമല് മുറിയ എന്ന് പറഞ്ഞാൽ അവൻ ചെയ്ത സ്വതക്ക എന്നുള്ള പ്രവർത്തനം നിലച്ചിട്ടുണ്ടാകും. പക്ഷേ ആ സ്വതക്കയുടെ ഫലം അവനിലേക്ക് വന്നുകൊണ്ടിരിക്കും. അവൻ നിർവഹിച്ച നിർമ്മാണം നടത്തിയ പള്ളികൾ, ആ പള്ളിയിലേക്ക് അവൻ്റെ സംഭാവനകൾ, കോളേജുകൾ, ദർസ്, ദഅവ കോളേജ്, ഇങ്ങനെ തുടങ്ങി സംരംഭങ്ങളിലേക്ക് അവന് കൊടുക്കുന്ന കിതാബുകൾ, അതിൻ്റെ കെട്ടിടങ്ങൾ, അതിൻ്റെ വരുമാന മാർഗമായി അതിൻ്റെ പിരിവിലേക്ക് അവൻ കൊടുത്ത സംഗതികൾ,
പള്ളിയിലേക്ക് മുസ്ഹഫ് കൊടുക്കുന്നു, പള്ളിയിലേക്ക് മുസല്ല കൊടുക്കുന്നു, ജനങ്ങൾക്ക് നല്ല വഴിവെട്ടി കൊടുക്കുന്നു, പള്ളിയിലേക്ക് ടൈൽസ് ഇടാൻ കൊടുക്കുന്നു, ഇൻ്റർലോക്കിന് പൈസ കൊടുക്കുന്നു. ഇങ്ങനെ തുടങ്ങി കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം അവൻ്റെ മരണശേഷവും ആളുകൾ അത് ഉപയോഗിക്കുമ്പോൾ അത് അവനക്ക് പ്രതിഫലമായി വരുന്നു. ഇതിലേറ്റവും മേലെയുള്ളത് വഖഫ് ചെയ്യുക എന്നുള്ളതാണ് എന്ന് മഹാന്മാരതിന് പറഞ്ഞിട്ടുണ്ട്. വഖഫ് ചെയ്ത് പള്ളിയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതാണ് ജാരിയായ സ്വതക്ക എന്ന് ഒരു വിശകലനം ഇതുമായി ബന്ധപ്പെട്ട് മഹാന്മാർ നിർവഹിച്ചിട്ടുണ്ട്. അപ്പോൾ വഖഫ് ചെയ്യുകയാണ് ജാരിയായ സ്വതക്ക എന്നും വിശേഷിപ്പിച്ചിട്ടുണ്ട്. നാഫിയായ ഇൽമ് എങ്ങനെയെങ്കിലും എവിടുന്നെങ്കിലൊക്കെ കിട്ടിയേക്കാം. പക്ഷേ അത് അഹ്ലുകാരിൽ നിന്ന് ഇൽമ് സ്വീകരിക്കണം, പാരമ്പര്യമുള്ള സനതുള്ള ഇൽമ് സ്വീകരിക്കണം. ആ ഇൽമിന് ബറക്കത്തുണ്ടാകും, അത് വെച്ച് അമൽ ചെയ്യാനും പറ്റുന്നതാണ്. ഇൽമു ഇല്ലൽ അമലു ബിഹി. ഇൽമു എന്ന് പറഞ്ഞാൽ അത് അമലു ചെയ്യലാണ്. അറിഞ്ഞ് അത് അറിവിനൊത്ത് പ്രവർത്തിക്കാതിരിക്കുമ്പോൾ ആ ഇൽമ നാഫി അല്ല. അറിഞ്ഞ് അതിന് എതിരായിക്കൊണ്ട് ചെയ്യരുത് എന്നു പഠിച്ചതിനെ ചെയ്യുമ്പോൾ, ചെയ്യണം എന്നു പഠിച്ചതിനെ ചെയ്യാതിരിക്കുമ്പോൾ ആ ഇൽമ് നാഫി അല്ല. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ഖബറിൽ ഉപകരിക്കുന്ന ഇൽമ്, ആ ഇൽമ് കൊണ്ട് അതവനക്ക് കിട്ടും. അതവൻ ചെയ്തു വെച്ചതിനെ, അവൻ പഠിപ്പിച്ചതിനെ ആളുകൾ അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ, ആളുകൾ അതനുസരിച്ച് ചിന്തിക്കുമ്പോൾ അതിന് പ്രതിഫലം കിട്ടുന്നു. അതല്ലാതെയും ആ ഇൽമ് അവന് ഖബറിൽ ഉപകരിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇവന് വേണ്ടി ദുആ ചെയ്യുന്ന ഇവൻ്റെ സന്താനം, ആണാവട്ടെ പെണ്ണാവട്ടെ, സ്വാലിഹായ സന്താനം. സ്വാലിഹാകുമ്പോഴാണ് അവനക്ക് കിട്ടുക. അപ്പോൾ ഇവൻ്റെ ഒരു സന്താനം ഇവൻ്റെ കാലശേഷം നല്ലവനോ നല്ലവളോ ആയി ജീവിക്കുന്നു, നിസ്കരിക്കുന്നു, നോമ്പ് നോൽക്കുന്നു, ഖുർആൻ ഓതുന്നു, ദീനിയായ കർമ്മങ്ങളിൽ വ്യാപൃതരാകുന്നു, ദീനി ദഅ്വാ പ്രവർത്തനങ്ങളിൽ അവർ ഭാഗവാക്കാകുന്നു, സംഘടനാ സംബന്ധിയായ കാര്യങ്ങളിൽ അവരുണ്ട്, സാമ്പത്തികമായി അതിനെ സഹായിക്കുന്നു. ഇങ്ങനെ തുടങ്ങി നല്ലവൻ, നല്ല ആള് എന്ന് പറയുന്ന രീതിയിൽ ഇവൻ്റെ ഒരു സന്താനം ഇവൻ്റെ ശേഷം ബാക്കിയുണ്ടെങ്കിൽ അത് അവന് ഖബറിൽ ഉപകരിക്കും. യദ്ഉ ദുആ ചെയ്യുന്ന, ദുആ ചെയ്തിട്ടില്ലെങ്കിലും, അതായത് ഉപ്പാക്ക് മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്താൽ അത് കിട്ടും. ഇനി ദുആ ചെയ്തിട്ടില്ലെങ്കിലും മക്കൾ സ്വാലിഹീങ്ങളായി കഴിഞ്ഞാൽ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും അത് കിട്ടുമെന്ന് അതിൻ്റെ വിശദീകരണത്തിൽ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ഖബറിൽ ഉപകരിക്കുന്ന ഈ ജാരിയായ സ്വതക്കകളും നാഫിയായ ഇൽമുകളും സ്വാലിഹീങ്ങളായ സന്താനങ്ങളൊക്കെ ബാക്കി വെച്ച് നാളെ മരണപ്പെടാൻ, ഈമാനോടുകൂടെ മരണപ്പെടാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.